ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി നടക്കുന്ന മണൽ ഖനനത്തെ തുടർന്ന് തൃശൂർ ചേറ്റുവപ്പുഴ മലിനമാകുന്നതായി പരാതി. സ്വകാര്യ കമ്പനി ഡ്രഡ്ജിംഗ് നടത്തി മണൽ ശേഖരിക്കുമെങ്കിലും ബാക്കി വരുന്ന ചെളിയും മാലിന്യങ്ങളും പുഴയിലേക്ക് തന്നെ ഉപേക്ഷിക്കുകയാണെന്നാണ് ആരോപണം. തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ, അഴീക്കോട്, ചേറ്റുവ തുടങ്ങിയ മേഖലയിലാണ് ദേശീയപാത നിർമ്മാണത്തിനായി പുഴയിൽ ഖനനം നടക്കുന്നത്. ദേശീയപാത നിർമ്മാണത്തിലെന്ന പേരിലാണ് തൃശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഖനനം നടക്കുന്നത്. കൊടുങ്ങല്ലൂർ, അഴീക്കോട്, ചേറ്റുവ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നായി ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിന് ടൺ മണലാണ് കരാർ കമ്പനി ഖനനം ചെയ്തെടുത്തത്. എന്നാൽ ഈ അശാസ്ത്രീയ ഖനനം പുഴയെ മലിനപ്പെടുത്തുന്നതായും തീരമിടിയുന്നതിന് കാരണമാവുകയാണെന്നുമാണ് പരാതി. ദേശീയപാത നിർമ്മാണത്തിനായി ഗവൺമെൻറ് അനുമതി നൽകിയിട്ടുള്ളത് പുഴയിലെ ഏക്കലും ചെളിയും നീക്കാനാണ്. എന്നാൽ ദേശീയപാത കരാർ കമ്പനി ചേറ്റുവ പുഴയിൽ നിന്നും വലിയ രീതിയിൽ സമീപ പ്രദേശത്തുള്ള പറമ്പുകളിലേക്ക് ചെളിയും മട്ടും മണലും അടിച്ച് വലിയ കുളമുണ്ടാക്കുകയും അതിൽ ശേഖരിച്ച് തിരിച്ച് ഈ ചെളിയും മട്ടും പുഴയിലേക്ക് തന്നെ ഒഴുക്കി വിടുകയാണ് ഉണ്ടായത്. ഈ ഡ്രഡ്ജിങ് നടക്കുന്ന സമയത്ത് ഈ പ്രദേശത്ത് വേണ്ട പരിശോധന നടത്തുകയോ കൃത്യമായ രീതിയിലാണോ ഈ ഡ്രഡ്ജിങ് നടക്കുന്നത് എന്ന് പരിശോധിക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ല. പുഴയിൽ ഡ്രഡ്ജിംഗ് നടത്തി മണലും ചെളിയും സമീപ പ്രദേശത്തെ പറമ്പുകളിൽ ശേഖരിക്കുകയും തുടർന്ന് അവിടെ നിന്ന് മണൽ നീക്കം ചെയ്യുന്നതുമാണ് കരാർ കമ്പനിയുടെ രീതി. എന്നാൽ ബാക്കി വന്ന ചെളിയും മറ്റുമിവ പുഴയിലേക്ക് തന്നെ തിരിച്ചൊഴുക്കി വിടുന്നതാണ് പരാതി. ഇതേ തുടർന്ന് പ്രദേശവാസികളും മത്സ്യത്തൊഴിലാളികളുമടക്കം വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. മാലിന്യങ്ങൾ അടിഞ്ഞുകിടക്കുന്നതിനാൽ പുഴയുടെ ഒഴുക്ക് നിലച്ചതായും പ്രദേശവാസികൾ പറയുന്നു. വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ പരിശോധനയോ സാന്നിധ്യമോ ഇല്ലാത്തതാണ് ചേറ്റുവപ്പുഴ മലിനപ്പെടുന്നതിന് കാരണമെന്നാണ് പ്രധാന പരാതി. പ്രശ്നപരിഹാരത്തിനായി ഇറിഗേഷൻ ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ കർശന പരിശോധന നടത്തണമെന്നും അശാസ്ത്രീയ ഖനനം നിയന്ത്രിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് മലയാളം, തൃശൂർ.